എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പതിപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നൈറ്റി മെറ്റീരിയൽസ് ആണ്. അപ്പോൾ രണ്ട് കമ്പനിയുടെ ഐറ്റംസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് രാഹുൽ ടെക്സ്റ്റോപ്രിൻ്റെ അൻമോൾ ക്വാളിറ്റി, മറ്റേത് വൈറ്റ് ഗോൾഡിൽ വന്ന ലാൽജിവാലയുടെ ഐറ്റംസുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 143 പ്ലസ് GST ആണ്. ഹോൾസെയിൽ പ്രൈസ് ആണത്. അപ്പോൾ നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിൽ വിലയ്ക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എല്ലാം നമ്മൾ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കുക, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക. പിന്നെ റീറ്റെയിലിൻ്റെ വില വരുന്നത് 220 രൂപയാണ്. അത് ഓൾ ഇന്ത്യ ലെവൽ ഷിപ്പിംഗ് ഫ്രീ ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിലിന് മാത്രമാണ് ഷിപ്പിംഗ് ഫ്രീ ഉള്ളൂ, ഹോൾസെയിലിന് ഷിപ്പിംഗ് ഫ്രീ ഇല്ല. ഒരുപാട് നമ്മളത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ഷിപ്പിംഗ് ഫ്രീ അല്ലേ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഒന്നുകൂടി എടുത്ത് പറഞ്ഞത്. മെറ്റീരിയൽ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഹോൾസെയിലിൻ്റെ ഓർഡേഴ്സ് മാത്രം എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് സ്പെസിഫൈ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീറ്റെയിലിൻ്റെ ഓർഡേഴ്സ് മാത്രം എടുക്കാനുള്ളതാണ്. അപ്പോൾ ഹോൾസെയിൽ വേണ്ടവർ ഹോൾസെയിലിൻ്റെ നമ്പറിലും റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിലും കോൺടാക്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഡിസൈനും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് അയച്ചു തരും. പിന്നെ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വന്നത് മൂവാറ്റുപുഴയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം. പിന്നെ ഓർഡറും കാര്യങ്ങളൊക്കെ നമ്മളൊരു 7 മണി 8 മണി വരെയൊക്കെ എടുക്കും. അത് ഡിപ്പെൻഡാണ്, ഓരോ വർക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും കോൾ ചെയ്യലൊന്ന് കുറയ്ക്കാൻ നോക്കുക. നമുക്കിപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അല്ലെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മിസ് കോൾ അടിക്കുക, അങ്ങനെ ഞാൻ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിന് ഒരുപാട് ഡിലേ ആക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓർഡർ ചെയ്ത ഐറ്റം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നിരിക്കും. അതിപ്പോൾ നമുക്കത് തരാതിരിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ എല്ലാ ഐറ്റംസും വിൽക്കാൻ വെച്ചേക്കണെയാണ്. 5% GST വരുന്നത്. GST ഉൾപ്പെടെ ഒരു മെറ്റീരിയലിൻ്റെ വില വരുന്നത് 150 രൂപയാണ്. 150, 153, 157 അങ്ങനെ ഒന്നും വരില്ല റേറ്റ്. 150 രൂപയാണ് റേറ്റ് വരുള്ളൂ. പിന്നെ ബണ്ടിലും ബെയിലൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഹോൾസെയിലിൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയോ അങ്ങനെ വെച്ചാൽ ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുക. പിന്നെ ഹോൾസെയിലിൽ മിനിമം എടുക്കേണ്ട 10 പീസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു. റീറ്റെയിലിൽ നിങ്ങൾക്ക് ഒരു പീസായിട്ട് എടുക്കാം. ഒരു പീസിനും ഷിപ്പിംഗ് ഫ്രീ ആണ്. ഓൾ ഇന്ത്യ ലെവൽ ഷിപ്പിംഗ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് കുറച്ച് കസ്റ്റമേഴ്സ് കുറച്ച് നാളായിട്ട് ചോദിക്കുന്നുണ്ട് GSMലാണോ ക്വാളിറ്റി ഉള്ളതെന്ന്. അതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ GSM മാത്രമല്ല ക്വാളിറ്റി തീരുമാനിക്കുന്ന ഘടകം. ഇപ്പോൾ സ്റ്റാർച്ച് കൂട്ടി കഴിഞ്ഞാൽ GSM കൂട്ടാം. നൈറ്റി മെറ്റീരിയലിൻ്റെ GSM എന്ന് എല്ലാവരും പറയുന്നത് അതിൻ്റെ ഗ്രാം വെയിറ്റ് ആണ് പറയുന്നത്. യഥാർത്ഥ GSMൻ്റെ കാര്യമല്ല അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 275 GSM, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ വേണമെങ്കിൽ രാഹുൽ ടെക്സ്റ്റോപ്രിൻ്റെ ആണെങ്കിൽ 275 GSM ക്വാളിറ്റി ഉണ്ട്. രാജവാടി പ്രിൻ്റ് ആണെങ്കിൽ 280, 285 അത്രയൊക്കെ ഇത് കാണിക്കും. ഇത് ഓക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ത്രെഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ആ ത്രെഡ് കൗണ്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. പിന്നെ എവിടെ നിന്നുള്ള മെറ്റീരിയൽസ് ആണ്, അത് രാജസ്ഥാൻ അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രമാണ് ഇന്ത്യയിൽ കോട്ടൺ മെറ്റീരിയൽസ് ഏറ്റവും ബെസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു സ്ഥലത്തും ഇത്രയും ബെസ്റ്റിൽ ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഫാബ്രിക്കാണ്. പിന്നെ പല മെറ്റീരിയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആരും അങ്ങനെയുള്ള ഐറ്റത്തിൽ പെടാതിരിക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം ചോദിച്ചത് എല്ലാവരും ചോദിക്കുന്നത്, രാഹുൽ ടെക്സ്റ്റോപ്രിൻ്റെ അൻമോളും രാഹുൽ പ്രൊഡക്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിന് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ എല്ലാ മെയിൻ ബ്രാൻഡുകൾ, ഇപ്പം രാഹുൽ, ശൈലജ, വർദ്ധമാൻ, ലാൽജിവാല അങ്ങനെ എല്ലാ ബ്രാൻഡുകളും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി, പിന്നെ ചിലർക്ക് മാത്രമാണ് സെക്കൻഡ് ക്വാളിറ്റി ഉള്ളൂ. എല്ലാ കമ്പനീസിനും മിക്ക കമ്പനീസും ഫസ്റ്റ് ക്വാളിറ്റിയാണ് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വില വ്യത്യാസത്തിൽ ക്വാളിറ്റിയിൽ ഒരുപാട് വ്യത്യാസങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഫസ്റ്റ് ക്വാളിറ്റിയാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഇപ്പോൾ ഉള്ള ഐറ്റവും അതിൻ്റെ തൊട്ട് താഴെ വന്ന ഐറ്റവും തമ്മിൽ എന്തായാലും വ്യത്യാസം കാണും. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാഹുൽ പ്രൊഡക്റ്റും രാഹുൽ ടെക്സ്റ്റോപ്രിൻ്റും തമ്മിൽ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ റേറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ഐറ്റംസ് വാങ്ങിക്കുക. പണ്ട് മുതൽ മെറ്റീരിയലിൽ കുറേ നാളുകളൊക്കെ ആയിട്ട് യൂണിറ്റ് ഇടുന്നവർക്ക് അറിയാം, രാഹുൽ ടെക്സ്റ്റോപ്രിൻ്റെ അൻമോളാണ് പണ്ട് മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രാൻഡ് നല്ലത് അടുത്ത ബ്രാൻഡ് കൊള്ളില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എല്ലാ ബ്രാൻഡിനും അതിൻ്റേതായ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അപ്പം ഒന്നില്ലെങ്കിൽ നല്ല ഡിസൈൻ ആയിരിക്കും, അപ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടാവും. ചിലത് ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി ആയിരിക്കും, ഡിസൈൻസിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ആയിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള എല്ലാ കമ്പനീസിനും ഉള്ളതാണ്. പിന്നെ മെറ്റീരിയൽ ഓർഡർ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. വാട്സാപ്പിൽ ചോദിച്ചാൽ മതി, ഡിസൈൻസ് അയച്ചു തരും. ഇഷ്ടപ്പെട്ട ഡിസൈൻ റിട്ടേൺ ഇട്ട് കൊടുക്കുക, അഡ്രസ്സ് അയച്ചു കൊടുക്കുക. പിൻകോഡ് ആരും മറക്കരുത് കേട്ടോ. നമ്മളെപ്പോഴും പിൻകോഡ് അയക്കാൻ പറഞ്ഞാലും ഇപ്പോഴും പിൻകോഡ് അയക്കാത്ത ഒരുപാട് പേരുണ്ട്. വീണ്ടും നമ്മൾ ചോദിച്ചു വേണം പിൻകോഡ് എടുക്കാൻ. ചിലപ്പോൾ അവർ അഡ്രസ്സ് അയച്ചു തന്നിട്ട് ചിലപ്പോൾ ഓഫ്ലൈൻ പോകും. പിന്നെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ റിപ്ലൈ വേണ്ടത്. അപ്പം അതെല്ലാം ഒരുമിച്ച് അയക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പ്രോസസ്സും എളുപ്പമാക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മെറ്റീരിയൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ
പേയ്മെൻറ്റ് ഏറ്റവും പെട്ടെന്ന് തന്നെ ഇടണം. മാക്സിമം ഒരു ദിവസം വരെയാണ് നമ്മൾ മെറ്റീരിയൽ മാറ്റി വയ്ക്കുകയുള്ളൂ. ഹോൾസെയിലിൽ ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു ബാച്ചിൽ 30 ഇഷ്ടപ്പെട്ടു, അത് എടുത്ത് മാറ്റി വയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കാം. അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് തരണം. അതിന് മിനിമം 10 ആണെങ്കിലും ഏറ്റവും കുറഞ്ഞ് എടുത്തിരിക്കണം, എന്നാൽ മാത്രമാണ് നമ്മൾ മാറ്റി വയ്ക്കുകയുള്ളൂ. പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ, ഇത് 3 വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നേരിട്ട് വന്നവർക്ക് ക്യാഷായിട്ടും പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. കാർഡ് സ്വൈപ്പിങ് നമുക്കിവിടെ ഇല്ല. പിന്നെ എല്ലാവരും വർക്കിംഗ് ടൈമിൽ വരാൻ ശ്രദ്ധിക്കുക. സൺഡേസ് നമുക്ക് ഓഫാണ്. കുറച്ചുകൂടെ കൂടുതൽ ഐറ്റംസ് നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളത് വഴിയെ നമ്മൾ അറിയിക്കാം എന്തൊക്കെ ഐറ്റംസ് ആഡ് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന മെറ്റീരിയൽസൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ഇനി ആരും അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കേണ്ട. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഓർഡർ ചെയ്യാനുള്ള ആരും സ്ക്രീൻഷോട്ട് അയക്കേണ്ട. നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസൈൻസ് എല്ലാം നമ്മൾ അയച്ചു തരും. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ഡിസൈൻസും. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇത് തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.